And then next we'll talk about the cholera condition. Cholera എന്ന് പറയുന്നത് acute diarrheal disease ആണ് that causes the vibrio caused by vibrio cholerae, and it is in its most severe form its present fuse, that is painless watery diarrhea, copious ആയിട്ടുള്ള effortless vomiting ഉണ്ടാക്കാറുണ്ട്, and this may leads to the hypovolemic shock and death in less than 24 hours. Then all the clinical features of diarrhea that result a massive loss of fluid and electrolytes. Then the cholera stool is typically കളർലെസ് ആയിട്ടുള്ള ഒരു നമ്മൾ എന്താണ് റൈസ് കഴുകിയാലുണ്ടാവുന്ന വെള്ളമില്ലേ എന്ന പോലെ ഉള്ള ഒരു എന്താണ് വെള്ളമായിട്ടാണ്. ദാറ്റ് ഈസ് അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് റൈസ് വാട്ടർ സ്റ്റൂൾ എന്നാണ് ഇതിൻ്റെ സ്റ്റൂളിനെ പറയാറ്. സോ ഇറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഒഫെൻസീവ് ആയിട്ടുള്ള സ്വീറ്റിഷ് ഓർഡറാണ്. ഇറ്റ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് ബൈകാർബണേറ്റ് റിച്ച് ആയിട്ടുള്ള ഐസോട്ടോണിക് ആയിട്ടുള്ള electrolyte solution ആണ് with a little protein. Then the main complications that is include muscular cramp, renal failure, pulmonary edema, then cardiac arrhythmias ഒക്കെയാണ് ഇതിൽ ഉണ്ടാവുന്നത്. പിന്നെ അതിൻ്റെ ഇൻക്യുബേഷൻ പീരിയഡ് എന്ന് പറയുന്നത് 24 to about 5 days ആണ്. then its symptoms പറയുന്നത് the symptoms include symptoms പറയുന്നത് 5 days after infection വരെയാണ് ഉണ്ടാവാറ്. ദറ്റ് ഈസ് ഫ്യൂ അവേഴ്സ് മുതൽ 5 days ആഫ്റ്റർ ഇൻഫെക്ഷൻസ്. ദെൻ സിവിയർ വാട്ടറി ഡയറിയയാണ്, വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ദെൻ കോളറ സ്റ്റൂള് ഈസ് ടിപ്പിക്കലി കളർലെസ്, ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ദെൻ ഇറ്റ്സ് ഓൾസോ കോസസ് അബ്ഡോമിനൽ പെയിൻ, റാപ്പിഡ് ഹാർട്ട് റേറ്റ്, ദെൻ ലോസ് ഓഫ് സ്കിൻ ഇലാസ്റ്റിസിറ്റി, ദെൻ ഡ്രൈ മ്യൂക്കസ് മെംബ്രെയിൻ, തേഴ്സ്റ്റ് ഒക്കെ ഫീൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി, മീൻസ് തേഴ്സ്റ്റ് ഒക്കെ ഫീൽ ചെയ്യും. This is the pictorial representation. That is common symptoms include watery diarrhea, nausea, vomiting, dehydration ഒക്കെയാണ്. മസിൽ ക്രാംസ് ഉണ്ടാവാറുണ്ട്, റാപ്പിഡ് ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ ആൻഡ് persistent vomiting. Then pathogenesis എന്ന് പറയുന്നത് natural infections with cholera that occur in humans. Vibrio that is enters into orally ആണ് എൻ്റർ ചെയ്യുന്നത്. contaminated water or food, through contaminated water or food. A mechanism of actions that include Vibrio cholerae enter through contaminated food or water. രണ്ടാമത് enters into the intestine, and the small intestine Vibrio can cross the protective layers and reach the epithelial cells by chemotaxis and motility, mucinase and other proteolytic enzymes ഒക്കെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി കൊടുക്കുന്നുണ്ട്. ഹീമഗ്ലൂട്ടിനിൻ പ്രോട്ടിയേസ് എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ക്ലീവ്സ് മ്യൂക്കസ് ആൻഡ് ഫൈബ്രോനെക്റ്റിനൊക്കെ ക്ലീവ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഓൾസോ ഹെൽപ്പ് എന്ന് വെച്ചാൽ ഹീമോഗ്ലൂട്ടിനിൻ പ്രോട്ടീൻ ദാറ്റ് ഈസ് ഓൾസോ ഹെൽപ്പ് ഫോർ റിലീസിങ് വിബ്രിയോ bound to bowel mucosa that facilitating their spread to other parts of the intestine, and is also their fecal shedding നൊക്കെ കാരണമാവാറുണ്ട്. Then adhesion to epithelial surface, colonization, then it's ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് സ്പെഷ്യൽ ഫിംബ്രിയ ലൈക്ക് സ്ട്രക്ചറാണ്, such as toxin, that is TCP toxin എന്നാണ് പറയുന്നത്, toxin co-regulator pilus. Throughout the course of infection, the vibrio remain attached to the epithelium but do not damage or evade the cells. Then next ആണ് നെക്സ്റ്റ് പാത്തോജനിസിറ്റി ഫാക്ടർ ആണ് ഇതെന്ന് പറയുന്നത് എൻറ്ററോടോക്സിൻ എന്ന് പറയുന്നത്. എൻറ്ററോടോക്സിൻ എന്ന് പറയുന്നത് ഇതിന് നമ്മൾ ഓൾസോ കോൾഡ്
കോളറ ടോക്സിൻ അല്ലെങ്കിൽ CT എന്നും പറയാറുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ഹീറ്റ് ലബൈലായിട്ടുള്ള ടോക്സിനാണ്. ദിസ് ആർ സിമിലർ ടു ഈക്വളി ടോക്സിൻസ്. സ്ട്രക്ചറലി, കെമിക്കലി, ബയോളജിക്കലി, ആൻറ്റിജനിക് പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണ് കോളറ ടോക്സിൻ്റെ പോലെ തന്നെയാണ് ഈക്വളി ടോക്സിനും. ദാറ്റ് ഈസ് ഹീറ്റ് ലബൈൽ ടോക്സിൻ ഓഫ് ഈക്വളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കോളറ ടോക്സിൻ എന്ന് പറയുന്നത് ഈസ് മോർ പൊട്ടൻ്റ് ആണ് ദാൻ ഹീറ്റ് ലബൈൽ ടോക്സിൻ ഓഫ് ഈക്വളി ഇൻ ബയോ ആക്ടിവിറ്റി. കോളറ ടോക്സിൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈസ് ഡിറ്റർമിൻഡ് ബൈ a filamentous phage that is integrated with the bacterial chromosome CT and TCP, that is toxin coagulated pilesum, and the other virulence factors are regulated by toxar gene product, that is toxar protein. The toxin molecules approximately, then the toxins having the molecular weight is about 84,000 Dalton ആണ്. It's consisting of ഒരു A സബ് യൂണിറ്റും 5 B സബ് യൂണിറ്റുകളുമാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിലുള്ള B സബ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫോർ ബൈൻഡിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്, ഗാംഗ്ലിയോസൈഡ് റിസപ്റ്ററിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ദെൻ A എന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് transported into the enterocytes and dissociate into form രണ്ട് ഫ്രാഗ്മെൻ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. മീൻസ് എൻറ്ററോസൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഇത് 2 ഫ്രാഗ്മെൻ്റ് ആയിട്ട് ഇതാക്കും, A1 and A2. അപ്പം A1 എന്ന് പറയുന്നത് causes prolonged activation of cellular adenylate cyclase. സെല്ലുലാർ അഡിനിലേസ് സൈക്ലേസിനെ A1 ഫ്രാഗ്മെൻറ്റ്, നമ്മുടെ സെൽസിലുള്ള സെല്ലുലാർ അഡിനിലേസ് എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കിളിനെ പ്രൊലോങ്ഡ് ആക്ടിവേഷനാണ് A1 ഫ്രാഗ്മെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദർബൈ എന്ന് വെച്ചാൽ അഡിനൈൽ സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മീൻസ് അഡിനൈൽ സൈക്ലേസ് ഈസ് എൻ എൻസൈം ദറ്റ് കൺവേർട്ട് ദി that produces cyclic AMP-നെ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. This will outpouring into the small intestinal lumen and of large quantities of water, electrolyte and consequent watery diarrhea. അപ്പോൾ നോക്കാം, ഈ സൈക്ലിക് AMP-ൻ്റെ ലെവല് ഒരു സെല്ലിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ആ സെല്ലിൽ നിന്നും എന്താണ് outflow of chlorine means it will opens the ion channels, അല്ലെങ്കിൽ വാട്ടർ ഒക്കെ ആ സെല്ലിൽ നിന്ന് ലോസ് ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പം ആൻഡ് ദിസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഈ ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈസ് എ ഐസോട്ടോണിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് വിത്ത് പ്ലാസ്മ, ബട്ട് ഇറ്റ് കണ്ടെയ്ൻ മച്ച് മോർ എമൗണ്ട് ഓഫ് പൊട്ടാസ്യം, ബൈകാർബണേറ്റ്സ് പോലെയുള്ള മോളിക്യൂൾസൊക്കെ ഇതിലൂടെ പോകും. അപ്പം നമുക്ക് A2 ഫ്രാഗ്മെൻറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദിസ് ഓൺലി ലിങ്ക്സ് ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള A1 ആക്റ്റീവ് ആയിട്ടുള്ള A1-നെ B1-ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ് A2 ഫ്രാഗ്മെൻറ്റ് ചെയ്യുന്നത്. ദെൻ ആക്ഷൻസ് ഓഫ് കോളറ ടോക്സിൻ. അപ്പം ഈ ഇതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കോളറ ടോക്സിൻ എന്ന് പറയുന്നത് ഇതാണ് കോളറ ടോക്സിൻ എന്ന് പറയുന്നത്. ഇതാണ് കോളറ ടോക്സിൻ എന്ന് പറയുന്നത്. ഈ കോളറ ടോക്സിന് 1, 2, 3, 4, 5 എന്താണ് 5 B സബ് യൂണിറ്റുകളാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ റിസപ്റ്റർ മേലെ ബൈൻഡ് ചെയ്യാൻ B സബ് യൂണിറ്റാണ് സഹായിക്കുന്നത് എന്നും പറഞ്ഞു. എന്നിട്ട് അപ്പോൾ എന്താണ് ദെൻ ആഫ്റ്റർ entry the A1 means this A1 and A2 എന്ന് പറയുന്നത് that is എന്താണ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് in the cells
ദെൻ ദിസ് വിൽ ഇൻക്രീസ്. അപ്പം A1ൻ്റെ ഫങ്ഷൻ എന്താണ്? ദറ്റ് ഇൻക്രീസസ് ദീസ് അഡിനൈൽ സൈക്ലേസ് ആക്ടിവിറ്റി. അപ്പം എന്താണ്, സെല്ലിലുള്ള സൈക്ലിക് AMPൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ അധികമാവുകയും ദെൻ ഇറ്റ് വിൽ എന്താണ് ഓപ്പൺ ദി ചാനൽ, എഫ്ലക്സ് ചാനൽസ് ബൈകാർബണേറ്റ് ചാനൽ, അല്ലെങ്കിൽ ക്ലോറിൻ്റെ അല്ലെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ, പിന്നെ വാട്ടർ ചാനൽസ്, സോഡിയം ചാനൽസ് എല്ലാം ഓപ്പൺ ആവുകയും അതിൻ്റെ ഇതിലുള്ള വെള്ളം ഇതിൻ്റെ അയോൺസും ഒരു ഐസോട്ടോണിക് സൊല്യൂഷനായിട്ട് അതിന് എന്താണ് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും ദിസ് വിൽ ലെഡ്സ് ടു ദി വാട്ടറി ഡയറിയ ഓഫ് കോളറ. പിന്നെ ഈ ടോക്സിൻ എന്തും കൂടെ ചെയ്യുന്നുണ്ട്. ദിസ് ടോക്സിൻസ് എന്ന് പറയുന്നത് ഇൻറ്റസ്റ്റിനൽ അബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് ക്ലോറൈഡിൻ്റെയും സോഡിയത്തിൻ്റെയും അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോളറ ടോക്സിൻ ക്യാൻ ഓൾസോ ബി എസ്റ്റിമേറ്റഡ് ബൈ എലൈസ ടെസ്റ്റ് വെച്ചിട്ടും എസ്റ്റിമേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലബോറട്ടറി ഡയഗ്നോസിസിൽ സ്പെസിമെൻസ് ആയിട്ട് സ്റ്റൂളായിട്ടാണ് കളക്ട് ചെയ്യുന്നത്. പിന്നെ സ്മിയർ എക്സാമിനേഷൻ, ഹാങ്ങിങ് ഡ്രോപ്പ്, പിന്നെ ഗ്രാം സ്റ്റെയിനിങ്, പിന്നെ കൾച്ചർ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കൾച്ചറിങ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. BSA മീഡിയംസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് മെക്കോങ്കിയിലൊക്കെ. ദിസ് ആർ ദി എന്താണ് സുക്രോസ് TCBS അഗാറിലെ യെല്ലോ കോളനീസ് ആണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ കോളറ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ തെറാപ്പി യൂസ് ചെയ്യാറുണ്ട്, ആൻറ്റിബയോട്ടിക് തെറാപ്പി യൂസ് ചെയ്യാറുണ്ട്. ദെൻ സിങ്ക് ട്രീറ്റ്മെൻറ്റ് has also been shown to help improve the cholera symptoms in children's. ദെൻ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത് കിൽഡ് വാക്സിൻസ് ആയിട്ടുള്ള കോളറ വാക്സിൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓറൽ വാക്സിൻസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് ജനറൽ മെഷേഴ്സ് ഇൻക്ലൂഡ് ജനറൽ മെഷേഴ്സ് നമ്മൾ ബാക്കിയുള്ള ഓർഗാനിസത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ ജനറൽ മെഷേഴ്സും എടുക്കാറുണ്ട്. ആൻഡ് ലാർജ് സ്കെയിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, ബെറ്റർ സാനിറ്ററി മെത്തേഡ്സ് ഫോർ ഡിസ്പോസൽ ഓഫ് സീവേജ്, ദെൻ ഐസൊലേഷൻ വാർഡ് കോളറ പേഷ്യൻസിന് നൽകാവുന്നതാണ്. ദെൻ സ്പെസിഫിക് മെഷേഴ്സ് ആൻഡ് ആക്റ്റീവ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ, ദെൻ നോൺ ലിവിങ് ഓറൽ ബി സബ് യൂണിറ്റ് ഹോൾ സെൽ വാക്സിൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ദെൻ ഹൗ ടു പ്രിവെൻറ്റ് ദി ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് ഇൻ പ്ലേസ് വേർ കോളറ ഫൗണ്ട്, ദാറ്റ് ഈസ് എന്താണ് എല്ലാം ഡ്രിങ്കിങ് ബോട്ടിലും എല്ലാം സ്റ്റെറിലൈസ് ചെയ്യാവുന്നതാണ്. മീൻസ് പിന്നെ വാട്ടർ എല്ലാം സ്റ്റെറിലൈസ് മീൻസ് ഡിക്കണ്ടാമിനേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ എന്താണ് ഫുഡ്സ് ഷുഡ് ബി തറോർലി കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ്, നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ്. പിന്നെ ഇൻഡിവിജ്വൽ ഷുഡ് പീൽ their own fruits. ഓക്കെ, ആൻഡ് ബി ഒരു ഫൈസ് പോലെയുള്ള റോ ഫുഡ്സ്, ഐസ്ക്രീംസ്, സ്ട്രീറ്റ്സ് എന്നൊക്കെ അതൊക്കെ ഒഴിവാക്കുക. ദെൻ ഹാൻഡ് വാഷ്